ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങളുടെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ, ഞങ്ങളുടെ രാജ്യം വരണമേ, ഞങ്ങളുടെ ഇഷ്ടം സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഒരു പ്രാർത്ഥന നമുക്കെല്ലാം സുപരിചിതമായിട്ടുള്ളൊരു പ്രാർത്ഥന. യേശു കർത്താവ് ഈ ഭൂമിയിലേക്ക് വന്ന സമയത്ത് ശിഷ്യന്മാരെ പ്രാർത്ഥിക്കാനായിട്ട് പഠിപ്പിച്ച ഒരു പ്രാർത്ഥനയാണ്. അപ്പോൾ ഇതിൽ ദൈവത്തെ ഒരു പിതാവ് എന്നതുപോലെ വിളിച്ച് പ്രാർത്ഥിക്കുവാൻ യേശു കർത്താവ് നമ്മൾ ഓരോരുത്തരെയും പഠിപ്പിക്കുന്നു. അപ്പോൾ യേശു കർത്താവിനെ പിന്നെയും പറയുന്നുണ്ട്, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അറയിൽ കടന്ന് വാതിലടച്ച രഹസ്യത്തിലുള്ള നിങ്ങളുടെ പിതാവിനോട് പ്രാർത്ഥിക്കുക, ആ പിതാവ് നിങ്ങൾക്ക് പ്രതിഫലം തരും. അപ്പോൾ നമ്മൾ എവിടെയായിരുന്നാലും നമ്മളെ കാണുന്ന, നമുക്ക് ഏറ്റവും സമീപസ്ഥനായിരിക്കുന്ന ഒരു ദൈവത്തെയാണ് യേശു കർത്താവ് നമുക്ക് പരിചയപ്പെടുത്തി തന്നത്. യേശു കർത്താവ് പറയുന്നൊരു കാര്യമുണ്ട്, ഞാനും പിതാവും ഒന്നാകുന്നു, എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു. അപ്പോൾ യേശു കർത്താവ് എന്ന് പറയുമ്പോൾ അവനിലല്ലോ ദൈവത്തിൻ്റെ സകല സമ്പൂർണ്ണതയും ദേഹരൂപമായി വസിക്കുന്നത്. അപ്പോൾ ദൈവപുത്രനായി വന്ന യേശു കർത്താവ് ദൈവത്തെ നമുക്ക് ഓരോരുത്തരും വെളിപ്പെടുത്തി തരുന്നു. യേശു കർത്താവിൻ്റെ അടുക്കലേക്ക് എത്തുന്നവൻ പിതാവിങ്കലേക്ക് എത്തുന്നു. ആ ഒരു വലിയ ദൈവത്തിൻ്റെ ഒരു വഴിയെ തന്നെയാണ് യേശു കർത്താവ് നമുക്ക് വേണ്ടി തുറന്ന് നൽകുവാനായിട്ട് ഇടയായി തീർന്നു. അവിടെ നമ്മൾ അടുത്ത് ചെല്ലുന്ന സമയത്ത് യേശു കർത്താവിൻ്റെ നാമത്തിൽ നമ്മൾ പ്രാർത്ഥിച്ച് അടുത്ത് ചെല്ലുമ്പോൾ ഒരു പിതാവ് മക്കളോട് എന്നതുപോലെ ദൈവം നമ്മളുടെ അടുക്കലേക്ക് വരുവാനും നമ്മളെ ആശ്വസിപ്പിക്കുവാനും നമ്മളുടെ ആവശ്യങ്ങൾ നമ്മളെ സഹായിക്കുവാനും എല്ലാം കർത്താവ് ശക്തനാണ്. യേശു കർത്താവ് ഇങ്ങനെ പറയുന്നുണ്ട്, നിങ്ങളെ എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു തന്ന പിതാവ് സകലരിലും വലിയവൻ, ആ പിതാവിൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിപ്പാൻ ആർക്കും കഴിയുകയില്ല. നമ്മളിലുള്ള ആ ദൈവം, നമുക്കടുത്തിരിക്കുന്ന ആ ദൈവം ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണ്. അപ്പോൾ ആ ദൈവത്തിൻ്റെ കരങ്ങളിൽ നമ്മൾ സുരക്ഷിതരുമാണ്. യേശു കർത്താവ് പറയുന്നൊരു കാര്യം ഇങ്ങനെ പറയുന്നുണ്ട്, എൻ്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരു നാളും തള്ളിക്കളയുകയില്ല. ആ ഒരു ദൈവികമായൊരു വഴിയിലേക്കും ദൈവികമായൊരു ഭവനത്തിലേക്കുമുള്ള ഒരു പ്രവേശനം കർത്താവിലേക്ക് അടുത്ത് വരുമ്പോൾ നമുക്ക് ലഭിക്കുന്നു. യേശു കർത്താവ് പോകുന്ന സമയത്ത് തൻ്റെ ശിഷ്യന്മാരോട് പറയുന്നുണ്ട്, ഞാൻ പോകുന്ന സ്ഥലത്തേക്കുള്ള വഴി നിങ്ങൾ അറിയുന്നു എന്ന് പറയുമ്പോൾ ശിഷ്യന്മാരിങ്ങനെ ചോദിക്കുന്നു, കർത്താവെ അങ്ങ് എവിടേക്ക് പോകുന്നു എന്ന് ഞങ്ങൾ അറിയുന്നില്ല, പിന്നെ വഴി ഞങ്ങൾ എങ്ങനെ അറിയും? അപ്പോൾ യേശു കർത്താവ് പറയുന്നു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. ആ ദൈവത്തിങ്കിലേക്കുള്ള യഥാർത്ഥമായ വെളിച്ചത്തിലേക്കും യഥാർത്ഥമായ രക്ഷയിലേക്കും മരണത്തിനപ്പുറമായിട്ടുള്ള ജീവനിലേക്കുള്ള ആ ഒരു പ്രവേശനത്തിലേക്കും എല്ലാം ഉള്ള വഴി അത് യേശു കർത്താവ് മാത്രമാണെന്ന് തന്നെ പറഞ്ഞിട്ടാണ് യേശു കർത്താവ് പോകുന്നത്. അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളായി തീരുവാൻ ഉള്ള അധികാരവും കർത്താവ് നമുക്ക് നൽകുന്നുണ്ട്. അപ്പോൾ ആ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുവാനും കർത്താവിൻ്റെ മക്കളായി തീരുവാനും കർത്താവ് നമ്മൾ ഓരോരുത്തരെയും സഹായിക്കട്ടെ.